ഹായ്. അപ്പോൾ വണ്ടിയൊക്കെ ഫുള്ള് ചാർജ് ആക്കിയിട്ടുണ്ട്. 143 റേഞ്ചൊക്കെ എത്തിച്ചിട്ടുണ്ട്. അപ്പോൾ പോകാൻ നിൽക്കുമ്പോൾ അത് അപ്പമൊക്കെ വന്ന് നിൽക്കുന്നുണ്ട് യാത്ര പറയാൻ വേണ്ടി. പിന്നെ ഇന്ന് കുറച്ച് ലോങ് ഉണ്ട്. പോണ വഴിക്ക് ഞാൻ ഒരു അമ്പലത്തിൽ പോയിട്ട്, അവിടെ ഞങ്ങളുടെ അവിടെ തന്നെ ഒരു അമ്പലമുണ്ട് കൊട്ടാരത്തിൽ, ഭഗവതി ക്ഷേത്രം. അവിടെ പോയിട്ട് ഒന്ന് തൊഴുതിട്ട് പോയി. കുറച്ച് പൂജയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, വഴിപാടൊക്കെ. അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ ഇന്ന് പോകുന്നത് കേട്ടോ. ഇന്നിപ്പോൾ ഒരു കംപ്ലൈൻറ്റേ ഉള്ളൂ. അതിപ്പോൾ കൊല്ലങ്കോട് ഭാഗത്താണ്. അപ്പോൾ വേറൊന്നും അസൈൻ ആയിട്ടില്ല. ഇനി ഏതെങ്കിലും ആവുമെന്ന് അറിയില്ല. ഇല്ലെങ്കിൽ ഒരു കംപ്ലൈൻറ്റ് കഴിഞ്ഞാൽ നേരെ വീട്ടിലേക്ക് തന്നെ വരണം. അപ്പോൾ അമ്പലത്തേക്ക് പോയി മൈൻഡൊക്കെ ഒന്ന് സെറ്റായി. അപ്പോൾ നമുക്ക് തുടങ്ങാം. കൊല്ലങ്കോട് കണ്ടു. ഇത് കൊല്ലങ്കോട് ഉള്ള വ്യൂ കേട്ടത്. കുറച്ചേ ഉള്ളൂ. കാരണം കൊല്ലങ്കോടിൻ്റെ ഉള്ളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. നല്ല മഴക്കാറുണ്ട് കേട്ടോ. മഴ ചെറുതായിട്ടൊന്നും പൊടിഞ്ഞു അവിടെ. അപ്പോൾ കൂടുതൽ മലയൊന്നും അങ്ങനെ കൂടുതൽ കിട്ടുന്നില്ല. മഴക്കാലത്ത് നല്ല രസമാണ് കേട്ടോ കാണാൻ. ഉണ്ട് നല്ല ഭംഗിയിലപ്പോൾ. അപ്പോൾ സൈറ്റ് എത്തി 45 കിലോമീറ്റർ ഓടി. അപ്പോൾ ഇവിടുത്തെ കംപ്ലൈൻറ്റ് ഇനി സോൾവ് ചെയ്യണം. ഒറ്റ കംപ്ലൈൻ്റ് ഉള്ളൂ കേട്ടോ. അതാണ് ഏറ്റവും രസം. അപ്പോൾ ചായയൊക്കെ കിട്ടി സൈറ്റിൽ നിന്ന്. കസ്റ്റമർ ചായയൊക്കെ തന്നു. അടിപൊളി ചായ കുടിച്ചു. ഞാൻ ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ചായ മാത്രമേ കുടിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. തിരിച്ചിനി വീട്ടിലോട്ട്. അപ്പോഴും കണ്ടു കുറച്ച് വ്യൂ. പക്ഷേ ചെറിയൊരു മഴക്കാറുള്ള കാരണം, ഒരു മഞ്ഞ് പോലെയൊക്കെ ഉള്ള കാരണം മഴ ശരിക്കും കിട്ടുന്നില്ല കേട്ടോ. മറ്റേ നല്ല രസമാണ്. ആ മഴയൊക്കെ പെയ്യുമ്പോൾ അവിടെ നിന്ന് ചെറിയൊരു വെള്ളച്ചാട്ടം, ഒരു അരുവി പോലൊക്കെ വരുന്നത് കാണാം. അത് അധികം ഉള്ളിലോട്ട് പോയിട്ടില്ല. ഉള്ളിലോട്ട് പോയാലാണ് കൂടുതൽ കൊല്ലങ്കോടിൻ്റെ ഭംഗി നമുക്ക് ആസ്വദിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് വേറെ വീഡിയോയിൽ കാണിക്കാം. പിന്നെ വീട്ടിലെത്തി ഇനി ചാർജ് ചെയ്യണം. ഇനി പുറത്തേക്ക് എവിടേക്കെങ്കിലും പോവുകയാണെങ്കിൽ പോകാൻ വേണ്ടിയിട്ടൊന്ന് ചാർജ് ഇട്ടിക്കുക കേട്ടോ. ഇതാണ് ഇന്നത്തെ ദിവസം കേട്ടോ.